إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കണം എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ വളരെ അടുത്തെത്തിയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. വിശുദ്ധ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ, അതിൻ്റെ മാസപ്പിറവി കാണുകയും ആ ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു. പരിശുദ്ധ റമദാനിന്റെ മുമ്പുള്ള മാസം എന്നുള്ള നിലയിൽ ചില പ്രത്യേകതകളൊക്കെ ശഅബാൻ മാസത്തിനുണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതല്ലെങ്കിൽ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള ചില പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമെല്ലാം സമൂഹത്തിൽ ഇന്ന് പ്രചാരത്തിലും ഉണ്ട്. ഉള്ളതും ഇല്ലാത്തതും വേർതിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, അതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാൻ സാധിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചതല്ലാത്ത ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല, ചെയ്തിട്ട് കാര്യവും ഇല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10ാമത്തെ വർഷം ദുൽഹിജ്ജ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണല്ലോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയും അതിന്റെ മുഴുവൻ നിഅമത്തുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ആ ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി കൊണ്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ശഅബാൻ മാസത്തിന് 2-3 പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനു ബൈന റജബിൻ വ റമളാൻ. ശഅബാൻ മാസം റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള മാസമാണ്. റജബ് മാസം എന്ന് പറഞ്ഞാൽ അഷ്ഹറുൽ ഹുറുമിൽപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഒന്നാണ് റജബ് മാസം.
റമദാൻ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി കൊണ്ട് പേരെടുത്തു പറഞ്ഞ് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ് റമദാൻ മാസം. ഈ 2 മാസത്തിന്റെയും ഇടക്കുള്ള മാസമാണ് ശഅബാൻ, യഗ്ഫുലുൻ നാസു അൻഹു. എന്നാൽ ഈ ശഅബാനിനെ കുറിച്ച് ആളുകൾ അശ്രദ്ധയിലാകുന്നു, ആളുകൾ ഗഫലത്തിലാകുന്നു എന്നതാണ്. അപ്പോൾ ഗഫലത്തിലാകാൻ പാടില്ലാത്ത ചില പ്രത്യേകതകൾ ശഅബാൻ മാസത്തിനുണ്ട്. പക്ഷെ ആ ആളുകൾ ആ പ്രത്യേകതകളെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്. ഇവിടെ സത്യവിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൂടുതൽ പ്രതിഫലവും കൂടുതൽ നന്മകളും വച്ചിട്ടുണ്ടാകുന്നത് സ്വാഭാവികമായിക്കൊണ്ടും ആളുകൾ അതിനെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ ആളുകൾ അതിനെ അവഗണിച്ച് ഗഫലത്തിലായി പോകുമ്പോഴോ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം 5 നേര നമസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗഫലത്തിലുള്ള ആളുകൾ അശ്രദ്ധമായി കളയുന്ന നമസ്കാരമാണ് സുബഹി ജമാഅത്ത്. ആ സുബഹി ജമാഅത്തിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത്. അതിൽ തന്നെയും വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിനാണ് അഫ്ളലുസ് സ്വലാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആളുകൾ അതിന് അശ്രദ്ധയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റു നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ കൂടുതലായിക്കൊണ്ട് പുണ്യവും പ്രതിഫലവും ഉള്ളത് രാത്രി നമസ്കാരത്തിനാണ്, തഹജ്ജുദ് നമസ്കാരത്തിനും അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിന് അല്ലെങ്കിൽ വിത്ർ നമസ്കാരങ്ങൾക്ക്. അതിൽ ആളുകൾ അശ്രദ്ധയിലാണ്. അപ്പൊ ആളുകൾ അശ്രദ്ധയിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലിന് പൂർണ്ണമായ പ്രതിഫലം മറ്റുള്ള കാര്യങ്ങൾക്കില്ലാത്തതിനേക്കാൾ കൂടുതൽ നൽകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വലാ തകും മിനൽ ഗാഫിലിൻ, നിങ്ങൾ അശ്രദ്ധന്മാരിൽ പെട്ടുപോകാൻ പാടില്ല. ദീനിന്റെ ഏത് കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാണ് വിശ്വാസികൾ. അതാ പ്രവാചകൻ യഗ്ഫുലുൻ നാസു അൻഹു. ഈ ശഅബാനിനെ കുറിച്ച് ആളുകൾ അശ്രദ്ധയിലായിരിക്കുന്നു. എന്നാൽ എന്താണ് ആ ശഅബാനിൽ അശ്രദ്ധരാകാൻ പാടില്ലാത്തൊരു കാര്യം? തുർഫഉ ഫീഹി അമാലുൽ ഇബാദ്, മനുഷ്യന്മാരുടെ വർഷത്തിലെ അമലുകളുടെ കണക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അല്ലാഹു ഉയർത്തുവാൻ വേണ്ടി സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള ശഅബാൻ മാസത്തിലാണ്. 2-3 രീതികളിൽ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ മലക്കുകൾ ഊഴമിട്ട് വന്നുകൊണ്ട് അമലുകൾ രേഖപ്പെടുത്തുകയും ആ അമലുകൾ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. അത് സുബഹിയുടെയും അസറിന്റെയും സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജമാഅത്തുകൾക്ക് പ്രത്യേകമായ പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചകളിൽ അല്ലാഹുവിന്റെ അടിമകളുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അഥവാ വിശ്വാസികളായ ആളുകളുടെ അമലുകൾ പ്രത്യേകിച്ചും. ഇനി വർഷത്തിൽ ഇതിന്റെ എല്ലാം കണക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാനിലാകുന്നു. തുർഫഉ ഫീഹി അമാലുൽ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകളുടെ വിശ്വാസികളായ പ്രത്യേകിച്ചും അമലു സ്വാലിഹാത്തുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാകുന്നു. ഇതിനെ സംബന്ധിച്ച് ആളുകൾ പലപ്പോഴും അശ്രദ്ധയിലാണ്. അല്ലാഹുവിന്റെ അടുക്കിലേക്ക് തന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ തന്റെ അമലുകളുടെ കൊട്ട കാലിയായിരിക്കാൻ പാടില്ല. അതിലെന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടായിരിക്കണമെന്ന ചിന്തയിൽ നന്മകൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട ഒരു മാസം കൂടിയാണ് ശഅബാൻ മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ പൂർണ്ണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കും. ആ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചത് ശഅബാനിലാണ്. ഇതാണ് ഇതിന്റെ 2ാമത്തെ പ്രത്യേകത. എന്തുകൊണ്ടാണ്? തന്റെ അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതും തന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ താൻ നോമ്പുകാരനായിരിക്കണം. കാരണം നോമ്പെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്, ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ അമലാണ്. അതുകൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. വിശുദ്ധ റമദാൻ പൂർണ്ണമായിക്കൊണ്ട് നോമ്പ് നോൽക്കും. ആ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകൻ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നത് ശഅബാനിലായിരുന്നു. ഇത് പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയും. എന്തുകൊണ്ടാണിത്? ജനങ്ങൾ അശ്രദ്ധയിലാണ്. അതുകൊണ്ട് തന്നെ തന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ ഞാനൊരു നോമ്പുകാരനായിരിക്കണം, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ആ നന്മകളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് ഉയർത്തപ്പെടേണ്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്നഹു കാന യസൂമു ശഅബാൻ ഇല്ലാ ഖലീലൻ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ശഅബാനിൽ നോമ്പനുഷ്ഠിക്കാത്തതായിക്കൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അധിക ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരുന്നു. വിശുദ്ധ ഈ ശഅബാൻ മാസത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ശഅബാനിൽ, വിശുദ്ധ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള മാസമായ ശഅബാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോമ്പുകളെട്ടി ഒന്ന് അമലുകൾ ഉയർത്തപ്പെടുന്നത്? രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, ബിമൻസിലത്തി സുനനി റവാത്തിബ് മഅൽ ഫറാഇദി ഖബ്ലഹ വ ബഅദഹ. നമുക്കറിയാം റമദാൻ മാസം കഴിഞ്ഞാൽ റമദാന്റെ തൊട്ട് ശേഷം 6 നോമ്പുണ്ട്. ശവ്വാലിൽ 6 നോമ്പുകളുണ്ട്. റമദാനിൽ നോമ്പ് മാത്രമാണ് ഫർദായിട്ടുള്ളത്. ആ ഫർദായ റമദാനിന്റെ ശേഷം 6 നോമ്പുണ്ട്. ആ റമദാനിന്റെ മുമ്പുള്ള ശഅബാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റി. ഏതുപോലെ? ഒരു ഫർദ് നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പും ശേഷവും പ്രവാചകൻ സുന്നത്തായ റവാത്തിബ് നമസ്കരിക്കാറുണ്ടായിരുന്നു. അതുപോലെയാണ് ഈ ശഅബാനിലെ നോമ്പ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. അഥവാ ഒരു ഫർദ് അനുഷ്ഠിക്കുമ്പോൾ ആ ഫർദിൽ വരാവുന്ന വീഴ്ചകൾ, പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ അതിന്റെ മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് പൂർത്തീകരിച്ചിരുന്നു. അതേപോലെ ശഅബാൻ. അത് റമദാനിലേക്ക് വരുമ്പോൾ ഒരു മുന്നൊരുക്കം, അഥവാ ആ റമദാനിന് വേണ്ടി ഒരു ഊർജം സംഭരിക്കാൻ കൂടി ആവശ്യമായ ഒരു മുന്നൊരുക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലൂടെ നടത്തിയത് എന്ന് ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല പ്രവാചകൻ പറയാൻ, ഉഹിബ്ബു അല്ലാ യുർഫ അമലി ഇല്ലാ വഅന സ്വായിം. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എന്റെ അമൽ ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ശഅബാനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, ഷഹ്റു റജബിൻ ഷഹ്റു സർഇൻ. റജബ് മാസം എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കുന്ന മാസമാണ്. വ ഷഹ്റു ശഅബാൻ ഷഹ്റു സഖിയ സർഇ. ശഅബാൻ മാസം നന്മകൾ അത് വിത്തിറക്കി ആ വിത്തുകൾ നനച്ച് അതിനെ പുഷ്ടിപ്പെടുത്തുന്ന മാസമാണ് ശഅബാൻ മാസം. വ ഷഹ്റു റമദാൻ ഷഹ്റു ഹസാദി സർഇ. റമദാനിലാണത് കൊയ്തെടുക്കേണ്ട മാസം. അപ്പൊ റമദാനിൽ ഒരു നന്മകൾ കൊയ്തെടുക്കണമെങ്കിൽ അതിന്റെ ഒരു മുന്നൊരുക്കം ആവശ്യമുണ്ട്. ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് കുത്തിയാൽ നാളെ കിട്ടൂല. അതിന് മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. ഇതുപോലെയാണ് വിശുദ്ധ റമദാനിൽ ഒരു മനുഷ്യന് നന്മകൾ കൊയ്തെടുക്കണമെങ്കിൽ അവൻ റജബ് മുതൽ ശഅബാനിലൂടെ കടന്ന് വിശുദ്ധ റമദാനിലേക്ക് എത്തുമ്പോഴാണ് അവന്റെ നന്മകൾ അവന് കൊയ്തെടുക്കാൻ സാധിക്കുക എന്ന് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല വിശുദ്ധ റമദാൻ അടുത്തെത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകൾക്കുണ്ടാകും, രോഗികൾക്കുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ആ റമദാനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ നോമ്പുകൾ നോറ്റുവിട്ടാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു മനുഷ്യന് ഏറ്റവും അഫ്ളലായ കാര്യം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചല്ലോ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യകൂനു അലയ്യ സൗം മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫി ശഅബാൻ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എനിക്ക് വിശുദ്ധ റമദാനിൽ പ്രവാചകന്റെ കൂടെ ജീവിക്കുമ്പോൾ പല ദിവസങ്ങളിലും പല സന്ദർഭങ്ങളും നോമ്പ് നഷ്ടപ്പെടാറുണ്ട്. അത് ശഅബാൻ മാസത്തിലാണ് ഞാൻ നോമ്പ് അധികവും വീട്ടി എടുത്തിരുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ ഈ കാര്യം പ്രത്യേകിച്ച് സ്ത്രീകളും ഇനി റമദാനിൽ എന്തെങ്കിലും യാത്ര മൂലമോ അല്ലെങ്കിൽ രോഗം മൂലമോ ഒക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടേണ്ട ആളുകൾ നോറ്റുവീട്ടുക തന്നെ പിന്നെ അത് നോറ്റുവീട്ടുക തന്നെ വേണം. കാരണം നോമ്പ് നോറ്റുവീട്ടുക എന്നുള്ളത് ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് മാത്രമേ മുദ്ദിന്റെ വിഷയം വരുന്നുള്ളൂ. അത് ഒരു നിലക്കും അയാൾക്ക് ഒരു നോമ്പ് നോറ്റുവിട്ടാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴേ ഒരു മുദ്ദിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പിന്നെ മിസ്കീനന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പിന് പകരമാകുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും രോഗമുണ്ട് അല്ലെങ്കിൽ ഒരു വയറുവേദന ഉണ്ട്, ഞാനൊരു മുദ്ദ് കൊടുക്കുക, അന്ന് ഈ അങ്ങനത്തെ ഏർപ്പാട് ഇസ്ലാമിലില്ല. ഒമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അവൻ രോഗിയാണെങ്കിൽ അവൻ മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവിട്ടണമെന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ യാത്രക്കാരനാണെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവീട്ടണമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആർക്ക് മാത്രമേ എതിരുള്ളൂ? അഥവാ രോഗം ഒരിക്കലും ഇനി ശിഫിയാകാൻ വകുപ്പില്ല. ആ രോഗം രോഗം മൂർച്ഛിക്കുകയില്ലാതെ അവൻ നോമ്പ് നോറ്റാൽ അവന്റെ രോഗം വീണ്ടും വീണ്ടും മൂർച്ഛിച്ചതിനേക്കാൾ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോകും എന്ന അവസ്ഥയുള്ള ആളുകൾക്ക് മാത്രമേ അയാൾക്ക് മുദ്ദു കൊടുത്ത് പകരം നോമ്പിന് പകരം ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത എല്ലാ ആളുകളും നോമ്പ് നോറ്റുപൂട്ടുക തന്നെ ചെയ്യണം. അത് ശഅബാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ ശഅബാനുള്ള പ്രത്യേകതകൾ. അതേസമയത്ത് ഇല്ലാത്ത ഒരുപാട് പൂരിശകൾ നമുക്കറിയാം.
ശഅബാൻ മാസം കണ്ട് മാസപ്പിറവി കണ്ട അപ്പോൾ തന്നെ ചില ആളുകൾ പ്രസ്താവന ഇറക്കി, ഇതാ പിന്നെ എന്താണ് ബറാത്ത് നോമ്പ്, ശഅബാൻ 15 ബറാത്ത് നോമ്പിന്റെ ദിവസം ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരു മനുഷ്യന് അമല് ചെയ്തു, അമലൊക്കെ നല്ലതായിരിക്കാം, പക്ഷെ ലൈസ അലൈഹി അംറുനാ, ആ പ്രവർത്തനത്തിന് നമ്മുടെ ഒരു കൽപ്പനയില്ല, എന്റെ ഒരു അനുവാദം പോലുമില്ല, നാം കൽപ്പിക്കാത്തൊരു പ്രവർത്തനം ഒരു മനുഷ്യൻ ചെയ്താൽ ഫഹുവ റദ്ദുൻ, ആ അമലുകൾ അള്ളാഹു റദ്ദ് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര നോമ്പാണെങ്കിലും നിസ്കാരാണെങ്കിലും അതുപോലെ തന്നെ സദഖകളാണെങ്കിലും എന്താണെങ്കിലും അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അല്ലാത്തതാണെങ്കിൽ അതിന് എന്ത് പോരിശ ആളുകൾ പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ഈ റജബ് മാസത്തിലുള്ള മിഅ്റാജ് നോമ്പ്, അതിനെ സംബന്ധിച്ച് വലിയ പോരിശകൾ പറയുന്ന ഒരു ചെങ്ങായിയുടെ സംസാരം ഞാൻ കേട്ടു. മിഅ്റാജ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹദീസുകളുണ്ട്, പക്ഷെ ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നിട്ട് അദ്ദേഹം പറയാം. പക്ഷെ ഫളായിലുൽ അമാലിന് ദഈഫായ ഹദീസ് എടുക്കാമെന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് ഹദീസ് ദഈഫായ ഹദീസ് എന്നോ എന്താണ് ഫളായിലുൽ അമാലിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞൊന്നും വിവരമില്ല. ലോകത്ത് ഭൂമിയിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു അമൽ ഉണ്ടാക്കാൻ, ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു അമൽ ഉണ്ടാക്കാൻ ഒരു ദുർബലമായ ഹദീസ് മതി എന്ന് ഈ കാലഘട്ടം 14 നൂറ്റാണ്ടിനിടക്ക് ഒരു ലോകത്തൊരാലിമും പറഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും ഒറ്റപ്പെട്ട അഭിപ്രായം പണ്ഡിതന്മാർക്കുള്ളതെന്ന് വെച്ചാൽ, ഒരു ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു അമലുണ്ട്. ഇപ്പൊ സുബൈ നിസ്കാരം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു അമലാണ്, അല്ലെങ്കിൽ സുബൈന്റെ മുമ്പ് 2 റക്അത്ത് സ്ഥിരപ്പെട്ടൊരു അമലാണ്. ആ അമലിന്റെ വിശദീകരണം ഫളായിലുകൾ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ ഒരു ഹദീസ് ദഈഫാണ് എന്നതുകൊണ്ട് ആ ഹദീസ് വേണമെങ്കിൽ ഈ ഉള്ള അമലിന്റെ ഫള് പറയാൻ വേണ്ടി പറയാം എന്നല്ലാതെ ഇസ്ലാമിൽ ഇല്ലാത്തൊരു നോമ്പുണ്ടാക്കാനോ ഇസ്ലാമിൽ ഇല്ലാത്തൊരു നോമ്പിന്റെ ശ്രേഷ്ഠത പറയാനോ ഒരിക്കലും ദുർബലമായ ഹദീസുകൾ സ്വീകരിക്കാമെന്ന് ലോകത്തൊരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ദഈഫ് ആയ ഹദീസാണ് എന്ന് അറിഞ്ഞിട്ടും ജനങ്ങളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുകയാണ്. മിഅ്റാജ് നോമ്പ് അതേപോലെ തന്നെയാണ് ഇനി ശഅബാൻ മാസത്തിലെ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന നോമ്പും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നോറ്റിട്ടില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നോമ്പ് ഹദീസുകൾ എവിടെയും വന്നിട്ടില്ല എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ നോമ്പ് നോറ്റിട്ട് നമ്മൾ ബിദ്അത്ത് ചെയ്യുമെന്നല്ലാതെ അത് റദ്ദായി പോകും, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. മാത്രമല്ല, ഒരു ബിദ്അത്തുകാരനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ യഹ്ജിബു അൻ അത്തൗബത അൻ സാഹിബി ബിദ്അ, ബിദ്അത്തുകാരനെ സംബന്ധിച്ച് അള്ളാഹു അവന്റെ തൗബ തടഞ്ഞു വെക്കുന്ന, ഹത്താ യദഅഹ, അവൻ ആ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അവന് തൗബ പോലും അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. നോമ്പല്ലേ, നിസ്കാരല്ലേ, ദിക്റല്ലേ, ദുആല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല ചെയ്താൽ ആ നല്ലതും ആ നമ്മുടെ നിയ്യത്ത് പോലും അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇനി മറ്റു ചില ആളുകൾ പറയുന്നത് വിശുദ്ധ റമദാനല്ലാത്ത ശഅബാൻ 15-നാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നുപോലും പറയുന്ന ആളുകൾ ബിദ്അത്തുകാരുടെ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇതെല്ലാ മുഅ്മിനീങ്ങൾക്കും വിശ്വാസികൾക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ശഅബാൻ 15-ന്റെ പ്രത്യേകത കെട്ടിയുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ പറയും വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ശഅബാൻ 15-നാണ്. സൂറത്ത് ദുഖാനിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഇബ്നു കസീർ പറയാണ്, യഖൂലു തആല മുഖ്ബിറൻ അൻ ഖുർആൻ അളീം അന്നഹു അൻസലഹു ഫീ ലൈലത്തി മുബാറക വഹിയ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അന്ന കാലത്ത് സംശയമല്ല. വമൻ ഖാലഹ ഇന്നഹ അൻനിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിലാണ് ആ വിശുദ്ധ റമദാൻ ഇറക്കപ്പെട്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അബ്അദ അൻ-നജ്അ ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹ ഫി റമദാൻ. അങ്ങനെ ചില ദുർബലമായ അഭിപ്രായങ്ങളൊക്കെ പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടാവുന്ന അഭിപ്രായമല്ല എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, ഉള്ളതുപോലെ അംഗീകരിക്കുകയും ഇല്ലാത്തതിനെ ഇല്ലാത്തതായിക്കൊണ്ട് സ്വീകരിക്കുകയും വർജിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചില പള്ളികളിലൊക്കെ ഇപ്പോൾ ഈ ഒരു ബിദ്അത്തിന്റെ രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കാലത്ത് എന്താ വെച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു ദിക്റും ദുആ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ അതുകൊണ്ട് വ്യാപിക്കുകയും അതിന് പ്രത്യേകമായി കൊണ്ട് പുണ്യം നൽകുകയും ചെയ്തു. ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുന്നോട്ട് പറഞ്ഞു, ഇപ്പൊ ഈ റജബും ശഅബാനും മുഴുവനായിക്കൊണ്ട് നോമ്പ് നിൽക്കുന്ന സ്ത്രീകൾ മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന്. എന്താ തെളിവ്? ഏതെങ്കിലും ആളുകൾ അവനവന്റെ വായ കൊണ്ടാണ് പറയുന്നത് ദാലിക ഖൗലുഹും ബി അഫ്വാഹിം എന്ന് ക്രിസ്ത്യാനികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ. കാരണം അവരുടെ തെളിവ് എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാരുടെ വായകളാണ്.
ആ വായകൾ പറഞ്ഞതൊക്കെ ദീനിൽ തെളിവാകും. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും ഒരു കാര്യം ദീനിയായ കാര്യം പഠിപ്പിക്കണമെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ, അള്ളാഹുവിന്റെ വഹി വരണം. അപ്പൊ ഈ റജബ് മാസവും ശഅബാൻ മാസവും പൂർണ്ണമായിക്കൊണ്ട് നോമ്പ് നോറ്റ് റമളാനിലും നോറ്റ് മുമ്പ് 3 ദിവസം പൂർണ്ണമായിക്കൊണ്ട് നോമ്പ് നോൽക്കുക. ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസ് ഞാൻ പറഞ്ഞു, ശഅബാനിൽ പോലും പ്രവാചകൻ പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല. അപ്പൊ ഇതൊക്കെ ബിദ്അത്തുകൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ പ്രത്യേക നമസ്കാരം ശഅബാൻ മാസത്തിൽ സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ട് റജബ് 15 ശഅബാൻ 15 പ്രത്യേകമായിക്കൊണ്ട് നമസ്കാരം. അതിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പറഞ്ഞ ഫബിദ്അത്തുൻ ഖബീഹത്തുൻ അഹാദീസുഹ മൗദൂഅ, അത് വളരെ മോശമായ ബിദ്അത്താണ്, അതിന്റെ ഹദീസുകൾ മുഴുവനും കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാകുന്നു എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാലും ദഈഫല്ല, ദഈഫാണെങ്കിലും നോമ്പല്ലേ എന്ന് വെച്ച അമലുകൾ ചെയ്യും. സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഉള്ളതുപോലെ സ്വീകരിക്കാനും ഇല്ലാത്തതിനെ വർജിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളതെന്ന് പറഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ, തിങ്കളാഴ്ച നോമ്പുകൾ, അതുപോലെ തന്നെ വ്യാഴാഴ്ച നോമ്പുകൾ, അയ്യാമുൽ ബീദിന്റെ 13, 14, 15 നോമ്പുകളൊക്കെ നോറ്റുവിട്ടാം. അതൊക്കെ ഇസ്ലാമിൽ ഉള്ള നോമ്പാണ്. ഇനി ആർക്കെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശഅബാൻ നോറ്റുവിട്ടാം. ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നല്ലാതെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പാരായണം, ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധ നമുക്കുണ്ടാകണം എന്നതല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്തതിലേക്ക് പോയാൽ നമ്മുടെ ഉള്ള അമലുകളും അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിലേക്ക് ഇനി ദിവസങ്ങൾ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ആ റമദാനിനാവശ്യമായ മാനസികമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഒരു മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ശരിയാകണം. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ വിളക്കി ചേർക്കണം. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞതുണ്ടെങ്കിൽ അതെല്ലാം നന്നാക്കി മനസ്സിനെ പൂർണ്ണമായി ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പുകളും നമ്മുടെ ഇബാദത്തുകളും ഒന്നും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥകളുണ്ടാകും. വിശുദ്ധ റമദാൻ പ്രാർത്ഥനകളുടെയും വിശുദ്ധ ഖുർആനിന്റെയും ഒക്കെ മാസമാണ്, നമുക്കറിയാം. അതുകൊണ്ട് റമദാനിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ നേരത്തെ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ കൂടുതൽ പ്രാർത്ഥനകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ ഒരുപാട് ദുശ്ശീലങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകും. ആ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ ആ റമദാനിൽ നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കേണ്ടി വരും, കുടുംബത്തിന് ഡ്രസ്സൊക്കെ എടുക്കേണ്ടി വരും, അതൊക്കെ അനിവാര്യമാണ്. പക്ഷെ ആ പർച്ചേസിങ്ങുകളും അതുപോലെ തന്നെ ആ ഷോപ്പിങ്ങുകളും ഒക്കെ റമദാനിലേക്ക് നീക്കി വെക്കാതെ ശഅബാനിൽ തന്നെ അതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ റമദാനിൽ അങ്ങാടിയിൽ ചുറ്റിത്തിരിഞ്ഞ് ഷോപ്പുകളിൽ കയറി അത് പിന്നെ മാറ്റാൻ വേറൊന്ന് പോയി, ആ മാറ്റിയത് മാറ്റാൻ പിന്നെ വേറൊന്ന് പോയി, പിന്നെ വേറെ ഷോപ്പിലൊന്ന് കയറി, ഇങ്ങനെ റമദാനിന്റെ പകലുകളും രാത്രികളും അങ്ങാടികൾ ചുറ്റിത്തിരിയുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം പർച്ചേസിങ്ങുകൾ, പ്രത്യേകിച്ചും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കെടുത്താൽ നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കേടുവരാത്ത കാര്യങ്ങളൊക്കെ ശഅബാനിൽ തന്നെ മുൻകൂട്ടി നമ്മൾ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് എത്താൻ വേണ്ടി ആത്മാർത്ഥമായ നിയ്യത്തും പ്രാർത്ഥനകളും നമുക്കുണ്ടാകണം. കാരണം റമദാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് കയറി വരികയും അതിൽ അവന് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. അത് നബിദിന ആഘോഷിക്കാനുള്ള തെളിവല്ല, അത് വിശുദ്ധ റമദാൻ വരുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ മാസമായ റമദാൻ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഫല്യഫ്റഹൂ, കാരണം ആ സന്തോഷം, അതിലുള്ള നന്മകൾ
ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ദുനിയാവിൽ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഭൗതികമായി കൊണ്ട് ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരുപാട് കാര്യങ്ങളേക്കാൾ നിങ്ങൾ എത്രയോ ഖൈറാണ്. നിങ്ങൾ വിശുദ്ധ റമദാൻ വരുമ്പോൾ സന്തോഷിക്കുകയും ആ റമദാനിന് വേണ്ടി മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടുകൂടി റമദാനിലെ നോമ്പുകൾ നോൽക്കാനുള്ള പ്രാർത്ഥനകൾ ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങുകയും ഇഖ്ലാസോടുകൂടി നിയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം റമദാൻ എത്ര ആളുകൾക്ക് കിട്ടും, ഇനി കിട്ടിയാൽ തന്നെ എത്ര ആളുകൾക്ക് ആരോഗ്യത്തോടുകൂടി നോമ്പ് നോൽക്കാൻ കഴിയും. ആശുപത്രികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി കൊണ്ട് അതിൻ്റെ തിരിച്ചിലുകളും എല്ലാം ഉണ്ടാകുന്ന ആർക്കും അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കേണ്ട സന്ദർഭം കൂടിയാണ് ഈ ശഅബാൻ മാസം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുകൂടി ആ റമദാനിനെ സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാം അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രദേശത്തുള്ള ദഅവ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സ്വീകരിക്കുന്ന ആഴ്ച കൂടിയാണിത്. എല്ലാ ആളുകളും അതിൽ പരമാവധി സഹകരിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وتوفنا مسلمين والحقنا بالصالحين وتقبل يا رب العالمين آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد.